വെൽക്കം ബാക്ക് ടു മോളിവുഡ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സൂക്ഷ്മദർശിനിയുടെ റിവ്യൂനായിട്ടാണ്. പുതിയ അയൽവക്കം ലാൻഡ് ചെയ്യാണല്ലോ. നിന്നെ കൂട്ടാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. വന്ന അന്ന് മുതൽ വിചാരിക്കുന്നു എല്ലാരെയും വിളിച്ചൊരു ട്രീറ്റ് തരണം. ഇന്നാണ് കറക്റ്റായിട്ടൊരു അവസരം കിട്ടിയത്. കാലത്ത് എന്തിനോ തല്ലിക്കൊന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്തോ മരപ്പെട്ടി ഒടുങ്ങോ, ഇനി അത് വല്ലതും ആയിരിക്കുമോ? തോമസ് ഏട്ട വലിവിന് ഉടുമ്പറിച്ച് ബസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഉടുമ്പടിച്ച് ഇവിടെ കിട്ടാനാ. ഞാൻ പഠിപ്പിച്ചോണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ. ആ ചിരിയിൽ തന്നെ ഒരു കുട്ടിത്തമുണ്ട്. ദേ, നിനക്കിപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലല്ലോ. പടത്തിന്റെ പേര് ശ്രദ്ധിച്ചായിരുന്നോ? യെസ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേരായിരുന്നു അല്ലേ? സൂക്ഷ്മദർശിനി. അതും നസ്രിയന്റെ ക്യാരക്ടറും തമ്മിലൊരു ബന്ധമുണ്ട്. ക്യാരക്ടറിന്റെ നെയിമും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ? പ്രിയദർശിനി, സൂക്ഷ്മദർശിനി. നസ്രിയയുടെ ക്യാരക്ടറിന് പ്രത്യേകതയുണ്ട്. പുള്ളിക്കാരി എപ്പോഴും ജനലിലൂടെയും എന്താണ് എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പിൽ കൂടെ അടുത്ത വീട്ടിൽ, അതായത് ബേസിന്റെ വീട്ടിലൂടെ നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു മീനിങ്ങിലായിരിക്കും പുള്ളിക്കാരിക്ക്. ക്യാരക്ടറിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതിലെ അവളുടെ ക്യാരക്ടർ ഒരു ചെറിയ ഹിന്റ് ഉണ്ടെങ്കിൽ പോലും അത് അന്വേഷിച്ച് കണ്ടെത്താതെ ഉറക്കം വരാത്തൊരു ക്യാരക്ടർ. അന്വേഷിക്കാനുള്ള ഒരു ത്വരയുള്ള ഒരു ക്യാരക്ടർ അതിൽ കാണുന്നത്. അതിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ തൊട്ടടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എല്ലാവരും അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന. എന്നാൽ നസ്രിയയുടെ ക്യാരക്ടർ നേരെ തിരിച്ചാ. അവളുടെ ആ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ആ ഒരു നോട്ടമാണ് ശരിക്കും ഈ പടത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതെ, ഈ പടം തുടങ്ങി 40ാമത്തെ മിനിറ്റിലാണ് ടൈറ്റിൽ വന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ടൈം നോക്കിയ സമയം. നോർമലി പടം തുടങ്ങുമ്പോൾ എപ്പോഴും ഒന്നുകിൽ ആദ്യം ടൈറ്റിൽ വരും, ഇല്ലെങ്കിൽ അവസാനം ടൈറ്റിൽ വരും. ഇങ്ങനെ അത് നോർമലി പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് സർപ്രൈസ് ആയിട്ട് ടൈറ്റിൽ കാണിക്കുക. അതായത് എല്ലാരും ഫോൺ എടുത്ത് വെച്ച് ടൈറ്റിൽ എടുക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. വരുന്നില്ല. അതെ, കൊറേ നേരം കഴിഞ്ഞ് പടം പകുതി 40ാമത്തെ മിനിറ്റിലാണ് പെട്ടെന്ന് വരികയാണ്. ഇത് എവിടെ തുടർന്നറിയാം? ഈ ശീലം RRR മൂവി ഉണ്ട്, രാജമൗലിയുടെ. അതില് ടൈറ്റിൽ വരുന്നത് 40ാമത്തെ മിനിറ്റിലാണ്. അതിനുശേഷം പിന്നെ ടൈറ്റിൽ വരുന്നത് ഇപ്പൊ പിന്നെ വന്ന എല്ലാ മിക്ക സിനിമകളിലും ഗുരുവായൂർ അമ്പല നടയിൽ ടൈറ്റിൽ എപ്പോഴായിരുന്നു ഓർമ്മയുണ്ടോ? ഇന്റർവെൽ സമയത്തായിരുന്നു അതിന്റെ ടൈറ്റിൽ വന്നത്. അങ്ങനെ ഇപ്പൊ ടൈറ്റിൽ എപ്പോ വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ സിനിമയിലെയും ക്യൂരിയോസിറ്റി. ട്വിസ്റ്റ് ഒക്കെ രണ്ടാമത്, ആദ്യം ടൈറ്റിൽ എപ്പോ. നമ്മള് നസ്രിയന്റെയും ബേസിലിന്റെയും അടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു കോമഡി ത്രില്ലറായിരുന്നു. നസ്രിയയുടെ കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ബേസിലിന്റെ കൊമേഡിയൻ പെർഫോമൻസും ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഈ സിനിമയിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ശരിക്കും ഒരു പക്ക ത്രില്ലർ ആയിരുന്നു. അതെ, അത് കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു കോമഡി സിനിമയല്ല, 100% ചിരിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ത്രില്ല് അടിപ്പിച്ച ഒരു സിനിമയാണ്. ഒരു സീറ്റ് എഡ്ജഡ് ത്രില്ലർ ആയിരുന്നു സൂക്ഷ്മദർശിനി. ക്ലൈമാക്സ് ഒക്കെ അതിന്റെ എക്സ്ട്രീം ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചൊരു ത്രില്ലിംഗ് ആയിരുന്നു സിനിമ ഇതുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് ഹാഫില് മിസ്റ്ററി ആണ്, സെക്കൻഡ് ഹാഫില് നമുക്ക് പയ്യെ റിവീലിംഗ് എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. MC ജിതിന്റെ 2ാമത്തെ സിനിമയായിരുന്നു ഈ സൂക്ഷ്മദർശിനി. ഫസ്റ്റ് പടം ഏതാണെന്നറിയാവോ? നോൺസെൻസ് എന്ന മൂവി ആയിരുന്നു പുള്ളി ആദ്യം ചെയ്തത്. അത് തിയേറ്ററിൽ അത്ര ഒരു സക്സസ് മൂവി ആയിരുന്നില്ല. ന്യൂ കമേഴ്സ് ആയിരുന്നു എല്ലാവരും. അങ്ങനെ പുള്ളി ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും സൂക്ഷ്മദർശിനി. പുള്ളിയുടെ ഒരു കംബാക്ക് എന്ന് പറയാം. അത്ര ഗംഭീരമായ സ്ക്രിപ്റ്റ് ആയിരുന്നു ആക്ച്വലി. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്രീൻ പ്ലേ ആയിരുന്നു. ആക്ച്വലി 3 പേര് ചേർന്നിട്ടാണ് ഇതിന്റെ തിരക്കഥ എഴുതിയേക്കുന്നത്. അതുൽ രാമചന്ദ്രൻ, MC ജിതിൻ ഇതിന്റെ ഡയറക്ടർ തന്നെ, പിന്നുള്ളത് ലിബിൻ TB. അങ്ങനെ 3 പേര് ചേർന്ന് എഴുതിയ തിരക്കഥയാണ്. ആക്ച്വലി മലയാളത്തിൽ മൾട്ടിപ്പിൾ റൈറ്റേഴ്സ് വരുന്നത് വളരെ റെയർ ആണ്. എപ്പോഴും ഒരാൾ തന്നെ, അല്ലെങ്കിൽ മാക്സിമം 2 പേരായിരിക്കും ചേർന്ന് എഴുതുക. എപ്പോഴും ഒരുമിച്ച് ഒരു 3-4 പേര് ചേർന്ന് എഴുതുമ്പോഴത്തേക്കും സ്ക്രീൻ പ്ലേ നന്നാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 3 പേരുടെയും ഐഡിയാസും പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ എളുപ്പമായിരിക്കും. അത് ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് അല്ലേ? എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ത്രില്ലറാണ്, നിങ്ങളും കാണണം. എല്ലാവരും ഫാമിലി ആയിട്ട് പോവുക, എൻജോയ് ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിരിക്കും. ഒരു സീറ്റ് എഡ്ജഡ് ത്രില്ലർ.